Hi everyone. ഇന്ന് നമ്മൾ നോക്കുന്നത് ലിയാം ഓഫ് ലഹർട്ടി എഴുതിയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പറക്കാൻ പേടിയുള്ള ഒരു സീഗൾ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ആ ബേർഡിന് അതിന്റെ പേടികൾ, അതിന് ഉള്ള വറീസ് ഒക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് അതിനെ ആദ്യമായിട്ട് പറക്കാൻ അതിന്റെ പാരന്റ്സ് പ്രേരിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. His first flight. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. അപ്പോൾ ഈ യങ് ആയിട്ടുള്ള ബേർഡ് ഈ ലെഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് പറക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിന്റെ രണ്ട് ബ്രദേഴ്സും അതുപോലെ അതിന്റെ സിസ്റ്ററും കഴിഞ്ഞ ഒരു ദിവസം മുൻപ് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ ഈ സീഗളിനാണ് പറക്കാനായിട്ട് പേടിയുള്ളത്. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. ലെഡ്ജ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന ഏരിയ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സീകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് കുറച്ച് പുറകിലേക്ക് പോയിട്ട് ഈ ലെഡ്ജിന്റെ അവിടേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് അവന്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുക, പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അവന് പേടിയാവാനുള്ള കാരണം എന്താ? താഴെയുള്ള സീയുടെ ഡെപ്തും അവിടേക്കുള്ള ഹൈറ്റും ഒക്കെ കാണുമ്പോൾ ഈ ബേർഡിന് തോന്നാണ് ഇത്രയും വഴിയിലൊന്നും പറക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിങ് അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ലെഡ്ജിന്റെ അവിടേക്ക് പോകും, വന്നിട്ട് തല താഴ്ത്തിയിട്ട് തിരിച്ച് അവരുടെ ആ ഒരു ഹോളുണ്ട്, ഇവര് രാത്രി ഈ ഒരു ബേർഡ് കിടന്നുറങ്ങുന്ന ഒരു ഹോളുണ്ട് ആ ലെഡ്ജില്, അവിടെ വന്നിട്ട് ഇരിക്കും. അങ്ങനെയാണ്. അപ്പൊ ആ ലെഡ്ജിന്റെ സീയുടെ ഇടയിലുള്ള ഏരിയ കാണുമ്പോൾ ഈ ഒരു സീകളിന് പേടിയാവാണ്. അതാണ് കാരണം. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ വാസ് ദ യങ് സീഗൾ അഫ്രേഡ് ടു ഫ്ലൈ എന്നുള്ളത്. അപ്പം ഈ ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീയിലെ അത് വിട്ടിട്ട് ഈ നൈറ്റ് വരെയുള്ള ലൈൻസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. എന്നിട്ട് that's why he was afraid to fly എന്ന് എഴുതി ചേർക്കുക ലാസ്റ്റ്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up the courage to take that plunge which appeared to him so desperate. അപ്പം ഇവന്റെ രണ്ട് ബ്രദേഴ്സും അതുപോലെ തന്നെ ഒരു ലിറ്റിൽ സിസ്റ്ററും ഉണ്ട്. അവരൊക്കെ പറന്നുപോയി. അവരുടെ വിങ്സ് എന്നൊക്കെ പറയുന്നത് ഇവന്റെ വിങ്സിനേക്കാളും ചെറുതാണ്. അപ്പൊ അവർ ഈ ബ്രിങ്കിലേക്ക് ഓടിപ്പോവും, വിങ്സ് ഫ്ലാപ്പ് ചെയ്യും, എന്നിട്ട് പറന്നു പോവും. പക്ഷെ ഇവന് അതിന് വേണ്ടിയിട്ടുള്ള കറേജ്, ആ ഒരു ധൈര്യം മസ്റ്ററപ്പ് ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. ആ ഒരു ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൌണ്ട് കോളിംഗ് ടു ഹിം shrilly, scolding him, threatening to let him starve on his ledge unless he flew away, but for the life of him he could not move. അപ്പോൾ ഇവന്റെ അമ്മയും അച്ഛനൊക്കെ ഇവനെ വന്ന് വിളിക്കും, പിന്നെ വഴക്ക് പറയും, പിന്നെ അവനെ ഭീഷണിപ്പെടുത്തും. നിനക്ക് ഫുഡ് ഒന്നും തരില്ല, നീ ഇവിടെ കിടന്നോ, നിനക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നീ പറക്കണം, അല്ലെങ്കിൽ നീ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്തു നോക്കി. പക്ഷെ അവനാണെങ്കിൽ പറക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡിഡ് ദ പാരന്റ്സ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് ഇനഫ് കറേജ് ടു ഫ്ലൈ എന്ന്. അപ്പോൾ ഈ ബേർഡിന് പറക്കാനുള്ള ധൈര്യം ഇല്ലാണ്ടിരുന്നപ്പോ അവന്റെ പാരന്റ്സ് എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഹിസ് ഫാദർ ആൻഡ് മദർ തൊട്ടിട്ട് അൺലെസ് ഹി ഫ്ലൂ അവേ വരെയാണ് അതിന്റെ ആൻസർ വരിക. ദാറ്റ് വാസ് 24 hours ago. Since then nobody had come near him. The day before, all day long he had watched his parents fly about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തലൊക്കെ നടന്നത് ഒരു 24 മണിക്കൂർ മുമ്പാണ്. അതിനുശേഷം ഈ സീകളിന്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവന്റെ പാരന്റ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ മറ്റ് സിബ്ലിങ്സിന്റെ ഒപ്പൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഈ പറക്കുന്നതിലുള്ള സ്കില്ല് അവരുടെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എങ്ങനെയാണ് വേവ്സിനെ സ്കിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേവ്സിന്റെ മുകളിൽ കൂടെ പറക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഫിഷിനെ പിടിക്കാൻ വേണ്ടി ഡൈവ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. ഹി ഹാഡ് ഇൻഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫിഷ് ഹെറിംഗ് ആൻഡ് ഡെവർ ഇറ്റ് സ്റ്റാൻഡിംഗ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരന്റ്സ് സർക്കിൾഡ് അറൌണ്ട് റേസിംഗ് എ പ്രൗഡ് കാക്കിൾ. അപ്പം ഇവന്റെ ഒരു ഓൾഡർ ബ്രദർ കഴിഞ്ഞ ദിവസം ഒരു ഫിഷിനെ പിടിക്കുന്നതും അതിനെ കഴിക്കുന്നതും, അപ്പോൾ അവന്റെ ആ ഒരു അച്ചീവ്മെന്റിൽ സന്തോഷിച്ചിട്ട് അവരുടെ പാരന്റ്സ് ഇങ്ങനെ
അതിന്റെ ചുറ്റും സർക്കിൾ ചെയ്ത് പറക്കുകയും അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവർ പ്രൗഡാണെന്ന് കാണിക്കുകയൊക്കെ ചെയ്യണത് ഈ സീകൾ ഈ ലെഡ്ജിലിരുന്നിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റ്യൂ മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ് laughing at his cowardice. അപ്പോൾ രാവിലെ മുഴുവൻ ഈ ഹോൾ ഫാമിലി ഈ സീകളിലെ ഇപ്പൊ ഇവിടെ പറക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കിയിട്ട് ഈ പ്ലാറ്റ്യൂ മൊത്തം ഇങ്ങനെ നടന്ന് തമാശ പറഞ്ഞ് ചിരിച്ച് നടക്കുന്നതാണ് ഉണ്ടായത്. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് ദ പാരന്റ്സ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? അപ്പോ ഈ ഹിസ് പാരന്റ്സ് ഫ്ലൂ അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഈ ക്യാക്കിൾ വരെയുള്ള ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഈ ക്യാക്കിൾ വരെയാണ് അതിന്റെ ആൻസർ വരിക. കാരണം ബ്രദറിന്റെ മാത്രമാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ക്യാക്കിൾ ചെയ്തതും അതുപോലെ തന്നെ സർക്കിൾ ചെയ്ത് പറഞ്ഞതും മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഹിസ് പാരന്റ്സ് ഫ്ലൈയിങ് അബൌട്ട് എന്ന് എഴുതരുത്, ഫ്ലൂ അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അങ്ങനെ വേണം എഴുതാൻ. കവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുത്വം എന്നാണ്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. അങ്ങനെ ഈ സീകൾ ഇപ്പൊ ലെഡ്ജിലിരിക്കുകയാണ്, സൂര്യൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ഹീറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, കാരണം കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് ഈ സീകൾ ഒന്നും കഴിച്ചിട്ടില്ല. Then he had found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മാക്രൽ, ഒരു ഫിഷിന്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെയിലിന്റെ പീസ് അവിടെ കിടക്കുന്നത് കണ്ടത്. Now there was not a single scrap of food left. He had searched every inch, rooting among the rough dirt-caked straw nests where he and his brothers and sister had been hatched. അപ്പൊ ഇനിയിപ്പോ ഒന്നും കിട്ടുന്നില്ല. അപ്പോ ഈ സീകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവര് ഈ എഗ് ഹാച്ച് ചെയ്തിട്ട് പുറത്തു വന്നല്ലോ, ആ ഒരു ഏരിയയിലൊക്കെ പോയി നോക്കുകയാണ്. ഇവനും ഇവന്റെ ബ്രദേഴ്സും ഒക്കെ ഹാച്ച് ആയ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക, പക്ഷെ ഒന്നും കാണാനില്ല. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. അപ്പൊ ഇവര് തന്നെ പൊട്ടി വിരിഞ്ഞു വന്ന എഗിന്റെ ഷെൽസ് ഒക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് ഈ സീകളില്. നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ച്യൂ ചെയ്യാന്നാണ്, ചവയ്ക്കുക. അങ്ങനെ ചെയ്തപ്പോൾ ഈ സീകളിന് അതിന്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇതേ ഇവിടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, സൈറ്റ് ആൻ ഇൻസ്റ്റൻസ് വിച്ച് ഷോസ് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് ബേർഡ് എന്ന്. അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് ഈ ഒരു പാരഗ്രാഫ് തന്നെ എഴുതാൻ പറ്റും. ഹി വാസ് ഹംഗ്രി, ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസ് ടെയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് വരെ എഴുതാം. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep white crack. അപ്പം ഈ സീകളിലാണെങ്കിൽ ഇതിന് വിശന്നിട്ട് വയ്യ. അപ്പൊ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നടക്കും ഈ ലെഡ്ജിന്റെ അതിൽ കൂടെ. അപ്പൊ അതിന്റെ ഈ ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡേഞ്ചിലി, അത് വീക്കായിട്ടാണ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ കാല് എങ്ങനെയെങ്കിലും അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഫ്ലൈ ചെയ്യാണ്ട് എങ്ങനെയാണോ എത്താൻ പറ്റാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സീകള്. പക്ഷെ അവന്റെ രണ്ട് സൈഡിൽ ഈ ലെഡ്ജ് എന്താണ് ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഏരിയയിലാണ് എൻഡ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ താഴെ സീ ആണ്. അപ്പൊ അതിന് പറക്കാണ്ട് പിന്നെ പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ അവന്റെയും അവന്റെ പാരന്റ്സിന്റെ ഇടയിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയും പാരന്റ്സിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റണില്ല. ഷുവർലി ഹി കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത്വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. ബട്ട് ദെൻ ഓൺ what could he walk? There was no ledge and he was not a fly, and above him he could see nothing. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. അപ്പോൾ അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് അവന് ഫ്ലൈ ചെയ്യാണ്ട് എത്താൻ പറ്റില്ല. ഫ്ലൈ ചെയ്യാണ്ട് അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ ഈ നോർത്ത് ഡയറക്ഷനിൽ ക്ലിഫ് ഫേസിൽ ഇങ്ങനെ നടക്കണമായിരുന്നു. പക്ഷെ എന്തിന്റെ മുകളിലാണ് അവൻ നടക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അവിടെ ലെഡ്ജ് ഉണ്ടായിരുന്നില്ല, പിന്നെ അവന് പറക്കാൻ പറ്റുകയില്ല. ആൻഡ് അബൌവ് ഹിം ഹി കുഡ് സീ നത്തിങ്. അവന്റെ മുകളിലായിട്ട് ഒന്നും അവന് കാണാനും പറ്റണില്ല. ഈ ലെഡ്ജിന്റെ എൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഈ അതിന്റെ താഴെയുള്ള സീനേക്കാളും ദൂരെയാണുള്ളത്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഈ ഒരു സീകളിന് അതിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ഓഫ് ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ his wing, he closed one eye then the other and pretended to be falling asleep. Still they took no notice of him. He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. His father was preening the feathers
on his white back. Only his mother was looking at him. അപ്പോൾ ഈ സീകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലെഡ്ജിന്റെ ബ്രിങ്കിൽ പോയി നിൽക്കും. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റം. ആ തെറ്റത്ത് അവിടെ പോയി നിന്നിട്ട് ഒറ്റ കാലം നിന്നിട്ട് ഒരു കാല് വിങ്ങിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരു കണ്ണടച്ചു, പിന്നെ ഒരു കണ്ണടച്ചു, എന്നിട്ട് ഉറങ്ങി വീഴുകയാണെന്നുള്ള പോലെ ആ തെറ്റത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതിനെ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്യണത്. ആരും ശ്രദ്ധിക്കണ്ടായിരുന്നില്ല. അവന്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും പ്ലാറ്റ്യൂവിൽ ഇങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഫാദറിന്റെ ഫെദേഴ്സ് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുകയാണ്. അവന്റെ മദർ മാത്രമാണ് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ദെൻ ഇവിടെ മേലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡിഡ് ദ ബേർഡ് ട്രൈ ടു റീച്ച് ഇറ്റ്സ് പാരന്റ്സ് വിത്തൗട്ട് ഹാവിംഗ് ടു ഫ്ലൈ എന്ന്. അതിന്റെ ആൻസർ ആണ് ഈ ഹീ സ്റ്റെപ്ഡ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫ്. ഷീ വാസ് സ്റ്റാൻഡിംഗ് ഓൺ എ ലിറ്റിൽ ഹൈ സ്റ്റെം ഓൺ ദ പ്ലാറ്റ്യൂ, ഹെർ വൈറ്റ് ഡ്രസ് thrust forward now and again. She tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. അപ്പോ ഈ സീകളുടെ അമ്മ ഈ പ്ലാറ്റ്യൂവിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫിഷ് ഉണ്ട്. ആ ഫിഷിനെ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോ അത് കണ്ടപ്പോഴ് ഈ സീകളിനാണെങ്കിൽ ആകെ ഫുഡ് കണ്ടതിന്റെ ഉള്ളൊരു സന്തോഷവും ദേഷ്യമൊക്കെ കൂടിയിട്ട് ഒരു വട്ടായ അവസ്ഥയെന്ന് പറയില്ലേ, അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം ഇത് ഫുഡ് കഴിച്ചിട്ടുമില്ല, ഇതിന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോവാനും പറ്റില്ല. പിന്നെ ഈ അമ്മ ഈ ഫുഡ് സ്ക്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇവനെ എങ്ങനെയാണോ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതേപോലെയാണ്. അപ്പൊ അവനാണെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദം തന്നെ അമ്മയും തിരിച്ചുണ്ടാക്കി. ഗ ഗ ഗ he cried, begging her to bring him over some food. She screamed back mockingly, but he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within the reach of his beak. അങ്ങനെ ഈ ഒരു സീകൾ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്, ആ ഫുഡ് എനിക്ക് കൊണ്ടുവന്ന് തരൂ എന്നുള്ളത് പോലെ. ആൻഡ് അതിനെ കളിയാക്കുന്ന പോലെ ഈ അമ്മയും ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ സീകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സീകളിന്റെ അമ്മ അപ്പുറത്തെ ലെജിന്ന് ഇങ്ങോട്ട് പറന്നു വരികയാണ് ഫുഡായിട്ട്. അങ്ങനെ അവൻ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ബേർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മദർ ബേർഡ് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഈ കുട്ടിക്ക് ഇത് കൊത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ ഇപ്പൊ നിന്നു. അല്ലാണ്ട് ആ ലെഡ്ജിൽ പോയിട്ട് ഈ ബേർഡ് ലാൻഡ് ചെയ്തില്ല. ഹി വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്, വണ്ടറിംഗ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ, ആൻഡ് ദെൻ maddened by hunger he dived at the fish with a loud scream. He fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അങ്ങനെ ഈ സീകളാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ അമ്മ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ മദർ ബേർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഈ ലെജിന്റെ മുകളിൽ ലാൻഡ് ചെയ്തില്ല, കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി ആ ഫുഡായിട്ട്. അപ്പൊ ഇതിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നു, കാരണം വിഷമൊക്കെ ആയി. കാരണം എന്താ വെച്ചാല് ഇതിന് ഫുഡ് കൊടുത്തൂല്ലോ. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air, and he was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. അപ്പോൾ ഈ അമ്മ ഇതായിട്ട് അങ്ങോട്ട് ദൂരെ മാറിപ്പോയപ്പോൾ ഈ സീകള് അറിയാണ്ട് ആ ലെജിന്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ചാടി. എന്നിട്ട് അതിന്റെ വിങ്സ് വെച്ചിട്ട് അത് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യം ഒരു മൊമെന്റില് ഒരു ടെറർ, ഒരു പേടി അവന്റെ മനസ്സിൽ വന്നെങ്കിലും പിന്നെ അവൻ ആ വിങ്സ് വെച്ചിട്ട് ഫ്ലാപ്പ് ചെയ്ത് പറക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഈ വിൻഡ് ഇങ്ങനെ വിങ്സിന്റെ അടിയിലും ഈ ബേർഡിന്റെ ബ്രസ്റ്റിന്റെ പോർഷനിലൊക്കെ ഇങ്ങനെ വന്ന് അടിക്കുന്നത് അതിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എയർ കട്ട് ചെയ്തിട്ട് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതിന് മനസ്സിലാവുന്നുണ്ട്. ആദ്യം കുറച്ച് ഡിസി ആയിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ തല ചുറ്റുന്നത് പോലെ ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നെ അതിന് വിങ്സ് നന്നായി അടിച്ച് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണ്. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind.
His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him, screaming. Then he saw his two brothers and sister flying around him, soaring and diving. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അപ്പോൾ ഇനി ബേർഡ് പറന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവനാണെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, അമ്മ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട് പറന്നു വന്നു, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവൻ മറന്നുപോയി സത്യത്തിൽ അവൻ ഒരിക്കൽ പറക്കാൻ പേടിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദ സീഗൾ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് ഈ ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം തൊട്ട് soaring and diving വരെയുള്ളതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him with little ridges moving over it, and he turned his beak sideways and crowed amusedly. His parents and his brothers and sisters had landed on his green floor in front of him, and they were beckoning to him, calling shrilly. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings, but he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. അപ്പം ഈ ബേർഡ് ഇപ്പോൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴെയുള്ള സീനെ നോക്കുന്നുണ്ട്, അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സന്തോഷത്തില്. പിന്നെ അവന്റെ പാരന്റ്സും അവന്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ഈ ഒരു സീല് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവനും ഒന്ന് അവിടെ നിന്ന് നോക്കും. അപ്പൊ അവന്റെ കാലുകൾ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. എന്നിട്ട് അവന് പേടി വീണ്ടും പറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനത് ട്രൈ ചെയ്തു. അവൻ ഹംഗ്രി ആയിരുന്നു, വീക്കായിരുന്നു, അതുകൊണ്ട് അവന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫാദർ. അപ്പം അവന്റെ കാല് ഫുള്ള് ഈ ഗ്രീൻ സീൽ താന്നുപോയി, പക്ഷെ അവന്റെ ബെല്ലി ടച്ച് ചെയ്ത പോർഷൻ തൊട്ട് പിന്നെ അത് താന്നു പോകുന്നില്ല. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് അറൌണ്ട് ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്, പ്രൈസിംഗ് ഹിം, ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവന് മനസ്സിലായി ഇനി ഇത് താഴ്ന്നു പോവില്ല, ഞാനിങ്ങനെ ഫ്ലോട്ട് ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഫ്ലോട്ട് ചെയ്യുന്നു മനസ്സിലായപ്പോഴേ അവന്റെ ഫാമിലിയൊക്കെ സന്തോഷത്തിൽ ഇവനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ അവനെ പ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ അവനെ പുകഴ്ത്തുക. അങ്ങനെ പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ഫുഡ്, അതായത് ഈ ഡോഗ് ഫിഷിനെ അങ്ങനെ കീറി ഇവന് കൊടുക്കാൻ, ബീക്ക് വെച്ചിട്ട് ഇങ്ങനെ ടയർ ചെയ്തിട്ട് കീറിയിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സീകളിൽ അതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് വൈ കുഡിൻ ദ യങ് സീഗൾ സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീന്ന്. അപ്പൊ അവിടെ കാല് താന്നു പോയോണ്ടാണ്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. അത്രേനേ ഉള്ളൂ. കാലതിൽ താന്നു പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ആ സീല് നിൽക്കാൻ പറ്റാണ്ടിരുന്നത്. ഡു യു തിങ്ക് ദാറ്റ് ദ ബേർഡ്സ് പാരന്റ്സ് ലവ്ഡ് ഹിം? വൈ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബേർഡിന്റെ പാരന്റ്സ് ലവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാന്നാണ്. ഓഫ് കോഴ്സ് ദ ബേർഡ്സ് പാരന്റ്സ് ലവ്ഡ് ഹിം ബിക്കോസ് ദേ എൻകറേജ്ഡ് ഹിം ടു overcome his fright and achieve his goal. അതുകൊണ്ടാണ്. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഈ പാരന്റ്സിന് സീകളിന് ഇഷ്ടം തന്നെയായിരുന്നു. ഈ സീകളിന്റെ എല്ലാ പേടികളും മറന്നിട്ട് അവന്റെ ഈ ഒരു പേടിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഹെൽപ്പ് ചെയ്തു. വൈ വാസ് ദ യങ് ബേർഡ് ടെറിഫൈഡ്? ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു യങ് ബേർഡ് പേടിച്ചത്, പിന്നെ അത് എങ്ങനെയാണ് അതിന്റെ ഫിയർ, അതിന്റെ പേടി ഓവർകം ചെയ്തത് എന്നാണ്. പേടിക്കാനുള്ള കാരണം എന്താണ്? ഈ യങ് ബേർഡ് മുന്നേ ഫ്ലൈ ചെയ്തിട്ടില്ല. താഴേക്ക് നോക്കുമ്പോൾ ഓഷ്യൻ ആണുള്ളത്. അപ്പൊ അതിലേക്ക് വീണ് പോവോ എന്നുള്ളൊരു പേടി അതിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറക്കാൻ പറ്റുന്നുണ്ട് എന്നും ആ പറക്കുന്നതിന്റെ ഒരു സന്തോഷവും പിന്നെ ആ പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലായപ്പോൾ അതിന്റെ പേടി മാറി. അങ്ങനെ വാട്ട് പ്രൊമോട്ടഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി? എന്താണ് ഈ സീഗളിനെ ഫൈനലി ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തത്? ആ ഫുഡ് കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം, പിന്നെ ആ ഫുഡിന് വേണ്ടിയിട്ട് ഉള്ള ആഗ്രഹം, അതിന്റെ വിശപ്പൊക്കെ കാരണം. പിന്നെ അവന്റെ അമ്മ അവന്റെ അടുത്ത് നിന്ന് ആ ഫുഡും കൊണ്ട് പെട്ടെന്ന് പറന്നു പോയപ്പോൾ അത് കിട്ടാനുള്ള ഒരു ആഗ്രഹത്തിലാണ് പെട്ടെന്ന് അത് പറന്നുപോയത്. ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരന്റ്സ്? യുവർ പാരന്റ്സ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ. ദേ മേ സീം ക്രൂവൽ ആൻഡ് അൺറിലന്റിംഗ്. ഡസ് ഇറ്റ് മീൻ ദാറ്റ്
ദേ ഡു നോട്ട് ലവ് യു. അപ്പോൾ ഈ പാരൻസിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാരൻസ് പലപ്പോഴും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ അർത്ഥം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണോ എന്നാണ്. അപ്പൊ ഇവിടെ സീഗളിന്റെ പാരൻസിന്റെ ആറ്റിറ്റ്യൂഡ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്നും എപ്പോഴും ഈ പാരൻസ് ഈ സീഗളിന് ഫുഡ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വന്തം ഫുഡ് ഏൺ ചെയ്യണം എന്നുള്ളൊരു ചിന്ത സീഗളിന് വരില്ല. അതുപോലെ അവൻ ഒരിക്കലും അവന്റെ ആ ഒരു പേടി മാറ്റാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പാരൻസ് ചെയ്തത് ശരിയാണ്. അതേ ആൻസർ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും വരുന്നത്. പലപ്പോഴും ഇതിപ്പോ ആനിമൽസിന്റെയോ ബേർഡ്സിന്റെയോ കേസിൽ മാത്രമല്ല, ഹ്യൂമൻ ബീങ്സിന്റെ കേസിലായാലും എപ്പോഴും എല്ലാതും പാരൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിള്ളേര് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ദെൻ ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗൾസ് പാരൻസ് വർ ക്രൂവൽ? അപ്പൊ ഈ യങ് സീഗളിന്റെ പാരൻസ് ക്രൂവൽ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്രൂവൽ ഒന്നല്ല, അവർ ആ കുട്ടിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്? എന്തുകൊണ്ടാണ് സീഗളിന് അത് സക്സീഡ് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടിരുന്നത്? കാരണം സീഗളിലൊട്ട് ഡ്രാമ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുണ്ടായി, അവന്റെ പാരന്റ്സ് ശ്രദ്ധിച്ചില്ല, അവന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചില്ല, അമ്മ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതുകൊണ്ട് സക്സീഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഫ്ലൈ ചെയ്യാണ്ട് അവരുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ഇതിന്റെ ഇടയിൽ വലിയ ക്രാക്സ് ആണ്, വലിയൊരു സീ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവനൊരിക്കലും ഫ്ലൈ ചെയ്യാണ്ട് പാരന്റ്സിന്റെ അടുത്ത് എത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.